ഹേ ഗാസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബജാജ് ആൽമണ്ട് ഡ്രോപ്സ് എന്ന് പറയുന്ന ആൽമണ്ട് ഓയിലിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ വന്നിട്ട് ദ ഓയിൽ ഹാസ് ഗുഡ്നെസ് ഓഫ് ആൽമണ്ട് ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ കൂടാതെ വൈറ്റമിൻ ഇ ആഡഡ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ ദാറ്റ് ഹെൽപ്പ് റെഡ്യൂസ് ദ ഹെയർ ഫോൾ ബൈ ഇറ്റ് ഈസ് എ നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇതൊരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഇട്ട മാതിരി ഒരു ഫീൽ തരാത്തൊരു ഓയിലാണ് ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് വെച്ചാൽ ഇത് ഹെയർ ഓയിലാണ്. നമ്മളിത് ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആൽമണ്ട് ഓയിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണെങ്കിൽ നമുക്കത് ഫേസിനും കൂടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എൻറിച്ച്ഡ് ഹെയർ വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓയിലാണെന്ന് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഹെയറിൻ്റെ ഷൈൻ കൂട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക്കും അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നുണ്ട് ഹെയറൊക്കെ. ദെൻ 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്നത് സിംപ്ലി അപ്ലൈ ദ ഓയിൽ ഓൾ ഓവർ ദ ഹെഡ്സ് ആൻഡ് ജനറലി മസാജ് 1 hour ആൻഡ് ഓവർനൈറ്റ് ബിഫോർ യു റൈൻസ് ഓഫ്. അത് നമുക്ക് സാധാരണ എണ്ണ യൂസ് ചെയ്യും പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതെന്തെങ്കിലും മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്തോ നമുക്കിത് അപ്ലൈ ചെയ്യാം. അല്ലാതെ നോർമലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം സാധാരണ എണ്ണ യൂസ് ചെയ്യും പോലെ. ദെൻ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷവും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് മാനേജബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറിന് ഒരു സിറം മാതിരി നമുക്ക് ഇതിനെ ഒന്ന് മാനേജ് ചെയ്ത് വെക്കാൻ, ഹെയറിന് മാനേജ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. 1-2 ഡ്രോപ്സ് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സിറം യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലുമാണ്. അപ്പോൾ ഈ ആൽമണ്ട് ഓയിൽ എന്താ ചെയ്യുന്നത് നോക്കാം. ആൽമണ്ട് ഓയിൽ നറിഷ് ആൻഡ് മോയ്സ്ചറൈസ് ദ സ്കാൽപ്പ് ഫോർ ദ സോങ് ഹെയർ. നമ്മുടെ സ്കാൽപ്പിനെ നറിഷ് ചെയ്യുന്നതിന്, മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് ആൽമണ്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വൈറ്റമിൻ ഇ എന്താ ചെയ്യുന്നത് നോക്കാം. ഷീൽഡ് ഹെയർ ഫ്രം ഡാമേജ്. നമ്മുടെ ഹെയറിന് ഡാമേജസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ വൈറ്റമിൻ ഇക്കും കേപ്പബിളാണ്. പിന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ കിട്ടാൻ ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഉള്ള ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഉള്ളതാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓയിൽ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 50 രൂപയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ അപ്പോൾ വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.